നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. IPCNA ന്യൂജേഴ്സി അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസിന് തിരികൊളുത്തി ഹ്യൂസ്റ്റൺ ചാപ്റ്റർ കിക്ക് ഓഫ് സമ്മേളനം വൻ വിജയം. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക മീഡിയ കോൺഫറൻസിന്റെ ഷിക്കാഗോ ചാപ്റ്റർ കിക്ക് ഓഫ് മീറ്റിംഗ് ജൂലൈ 6 ഞായറാഴ്ച. ഫിലാഡൽഫിയ യൂണിറ്റി കപ്പ് കിരീടം ബെർഗൻ ടൈഗേഴ്സിന്. മൂൺവാക്ക് ജൂലൈ 8 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ. മോഹൻലാൽ ഷോ കിലുക്കം 25 കിക്ക് ഓഫ് നടത്തി. വാർത്തകൾ വിശദമായി. ഒക്ടോബർ 9, 10, 11 തീയതികളിൽ ന്യൂജേഴ്സിയിലെ ഷെറാട്ടൺ എഡിസണിൽ നടക്കുന്ന ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ അന്താരാഷ്ട്ര മീഡിയ കോൺഫറൻസിനുള്ള ഹ്യൂസ്റ്റൺ ചാപ്റ്ററിന്റെ കിക്ക് ഓഫ് സമ്മേളനം പ്രൗഢോജ്വലമായി. മിസോറി സിറ്റിയിലെ അപ്ന ബസാർ ഓഡിറ്റോറിയത്തിൽ നടന്ന വർണ്ണശബളമായ ചടങ്ങിൽ വിവിധ തലങ്ങളിൽ പ്രശസ്തരായ അമേരിക്കൻ മലയാളി വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ഹ്യൂസ്റ്റൺ ചാപ്റ്റർ പ്രസിഡന്റ് സൈമൺ വളാശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജ്, സ്റ്റഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു, ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ, ജഡ്ജ് ജൂലി മാത്യു, മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ട്, ഫോർട്ട് ബെൻഡ് പോലീസ് ക്യാപ്റ്റൻ മനോജ് കുമാർ പൂപ്പാറയിൽ, ഫോമ നാഷണൽ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, പ്രസ് ക്ലബ് നാഷണൽ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, നാഷണൽ സെക്രട്ടറി ഷിജോ പൗലോസ്, നാഷണൽ വൈസ് പ്രസിഡന്റ് അനിൽ ആറന്മുള, ചാപ്റ്റർ സെക്രട്ടറി മോട്ടി മാത്യു, ട്രഷറർ അജു ജോൺ, വൈസ് പ്രസിഡന്റ് ജീമോൻ റാന്നി, മുൻ പ്രസിഡന്റ് ജോർജ് തെക്കേമല, ജോൺ W വർഗീസ് കൂടാതെ ഹ്യൂസ്റ്റൺ ചാപ്റ്റർ അംഗങ്ങളെല്ലാവരും കൂടി നിലവിളക്കിന് തിരി തെളിയിച്ചതോടുകൂടി പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായി. ജോയിന്റ് സെക്രട്ടറി സജി പുല്ലാട് പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. അനിൽ ആറന്മുള പരിപാടികൾക്കെത്തിയ വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് ചാപ്റ്റർ പ്രസിഡന്റ് സൈമൺ വളാശ്ശേരിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. മുഖ്യ അതിഥിയും മുഖ്യ പ്രഭാഷകനുമായിരുന്ന നാഷണൽ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ ഇന്ത്യ പ്രസ് ക്ലബിനെ കുറിച്ചും ന്യൂജേഴ്സിയിൽ നടക്കുന്ന കോൺഫറൻസിനെ കുറിച്ചും വിശദമായി സംസാരിച്ചു. പ്രവർത്തനങ്ങളിലും കോൺഫറൻസുകളിലും പ്രാതിനിധ്യം കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഹ്യൂസ്റ്റൺ ചാപ്റ്ററിനെ അദ്ദേഹം അനുമോദിക്കുകയും ഹ്യൂസ്റ്റൺ മലയാളികളെ കോൺഫറൻസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇന്ത്യ പ്രസ് ക്ലബിന്റെ എല്ലാ കോൺഫറൻസുകളും ഇതുവരെ ഏറ്റവും ഭംഗിയായി നടന്നിട്ടുണ്ടെന്നും അത്രയും തന്നെ പ്രാതിനിധ്യത്തോടെ ന്യൂജേഴ്സിയിൽ നടക്കുന്ന കോൺഫറൻസ് വൻ വിജയമാക്കാൻ ഹ്യൂസ്റ്റണിലുള്ളവരുടെ പങ്ക് വലുതാണെന്നും നാഷണൽ സെക്രട്ടറി ഷിജോ പൗലോസ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. തുടർന്ന് ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജ് ഇന്ത്യ പ്രസ് ക്ലബിന്റെ ഉദ്ഘാടകനാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും കഴിഞ്ഞ 7 വർഷങ്ങളായി കൗണ്ടി ജഡ്ജ് ആയിരിക്കുന്ന തനിക്ക് ഹ്യൂസ്റ്റണിലെ മലയാള പ്രസിദ്ധീകരണങ്ങൾ നൽകുന്ന പിന്തുണയിൽ നന്ദിയും ചാരിതാർത്ഥ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് കിക്ക് ഓഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ മാധ്യമ കോൺഫറൻസിന്റെ ഇവന്റ് പാർട്ട്ണറായി മുന്നോട്ട് വന്ന പ്രശസ്ത അന്ന കിറ്റക്സ് ഗ്രൂപ്പിന്റെ CMD ബോബി M ജേക്കബിനോടും അവരുടെ ഉൽപ്പന്നങ്ങളുടെ സമ്പൂർണ്ണ വിതരണക്കാരായ ഹ്യൂസ്റ്റണിലുള്ള ഗ്രേസ് സപ്ലൈ ഗ്രൂപ്പിനോടും അനിൽ ആറന്മുള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിച്ചു. ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ സെക്രട്ടറി ഷിജോ പൗലോസിന് സ്പോൺസർഷിപ്പ് ചെക്ക് നൽകി ഫോമയുടെയും തന്റെയും പിന്തുണ അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് സംസാരിച്ചു. മറ്റു പിന്തുണ നൽകിയ GK പിള്ള, ഡിസ്കൗണ്ട് അനിയൻ, ശശിധരൻ നായർ, ജോൺ W വർഗീസ്, പ്രോംപ്റ്റ് റിയൽറ്റി എന്നിവർക്കും നാഷണൽ വൈസ് പ്രസിഡന്റ് അനിൽ ആറന്മുള നന്ദി പ്രകാശിപ്പിച്ചു. മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ട്, സ്റ്റഫോർഡ് മേയർ കെൻ മാത്യു, ഡിസ്ട്രിക്ട് ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ, കൗണ്ടി കോർട്ട് ജഡ്ജ് ജൂലി മാത്യു, ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, മുൻ ഫൊക്കാന പ്രസിഡന്റ് GK പിള്ള, ശശിധരൻ നായർ എന്നിവർ മീഡിയ കോൺഫറൻസിനും ആശംസകളേകി സംസാരിച്ചു. മാക് ട്രഷറർ സുജിത് ചാക്കോ, വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാൻ പൊന്നുപിള്ള, നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ഇട്ടൻ, ഒറുമ പ്രസിഡന്റ് ജിൻസ് മാത്യു, പസാഡിന മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് റിച്ചാർഡ് ജേക്കബ് എന്നിവരും ആശംസാ പ്രസംഗങ്ങൾ നടത്തി. പ്രസിഡന്റ് സൈമൺ വളാശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള IPCNA ടീം ഹ്യൂസ്റ്റന്റെ പ്രവർത്തന മികവാണ് ഈ പരിപാടിയെ ഇത്രയും ഗംഭീരമാക്കാൻ സഹായിച്ചതെന്ന് മോട്ടി മാത്യു ഊന്നി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് eMalayali. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് മീഡിയ കോൺഫറൻസിന്റെ ഷിക്കാഗോയിലെ ഔദ്യോഗികമായ കിക്ക് ഓഫ് മീറ്റിംഗ് ജൂലൈ 6 ഞായറാഴ്ച 12 PM മൗണ്ട് പ്രോസ്പെക്ടറിലെ ഷിക്കാഗോ മലയാളി അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു.
ബിജു സക്കറിയയുടെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ നാഷണൽ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, നാഷണൽ ജോയിന്റ് ട്രഷറർ റോയ് മുളങ്കുന്നം, മുൻ പ്രസിഡന്റ് അഡ്വൈസറി ബോർഡ് ചെയർമാനുമായിരുന്ന ബിജു കിഴക്കേക്കുറ്റ് എന്നിവർ അതിഥികളായി പങ്കെടുക്കും. ഒപ്പം ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഷിക്കാഗോയിലെ അംഗങ്ങളും കോൺഫറൻസിന് പിന്തുണ നൽകുന്ന ഷിക്കാഗോയിലെ സ്പോൺസേഴ്സും വിവിധ മലയാളി അസോസിയേഷൻ ഭാരവാഹികളും അഭ്യുദയകാംക്ഷികളും പങ്കെടുക്കും. ഒക്ടോബർ 9, 10, 11 തീയതികളിലാണ് ന്യൂജേഴ്സിയിലെ എഡിസണിലെ ഷെറാട്ടൺ ഹോട്ടൽ സമുച്ചയത്തിൽ വെച്ച് അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനം നടക്കുന്നത്. നാഷണൽ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, സെക്രട്ടറി ഷിജോ പൗലോസ്, ട്രഷറർ വിശാഖ്, അഡ്വൈസറി ബോർഡ് ചെയറായ സുനിൽ തൈമറ്റം, നിയുക്ത പ്രസിഡന്റ് രാജു പള്ളത്ത്, വൈസ് പ്രസിഡന്റ് അനിൽ ആറന്മുള, ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു, ജോയിന്റ് ട്രഷറർ റോയ് മുളങ്കുന്നം കൂടാതെ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, ന്യൂയോർക്ക് ചാപ്റ്റർ ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് മീഡിയ കോൺഫറൻസ് നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ മുതിർന്ന നേതാക്കളോടൊപ്പം വളരെ പ്രശസ്തരായ മുതിർന്ന മാധ്യമ പ്രവർത്തകരും അതിൻ്റെ ഭാഗമാകും. അമേരിക്കയിലെ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതാക്കളുടെയും പ്രതിനിധികൾ ഈ കോൺഫറൻസിന്റെ മാത്രം പ്രത്യേകതയാണെന്നും ഈ കൺവെൻഷന്റെ ചെയർമാനും ന്യൂയോർക്ക് ചാപ്റ്ററിന്റെ മുൻ വൈസ് പ്രസിഡന്റും കൂടിയായ സജി എബ്രഹാം പറയുകയുണ്ടായി. എല്ലാം കൊണ്ടും വ്യത്യസ്തമായതും അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകർ പ്രയോജനം നൽകുന്നതുമായ പ്രോഗ്രാമുകളാണ് ഈ വർഷത്തെ കോൺഫറൻസിൽ വിഭാവനം ചെയ്യുന്നതെന്ന് ഷിക്കാഗോ ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സക്കറിയ അറിയിച്ചു. മാറിവരുന്ന നവമാധ്യമ രീതികളുടെ അവലോകനം കൂടി ഇതിന്റെ ഭാഗമാണ്. എല്ലാ കോൺഫറൻസും ഒന്നിനൊന്നിന് മെച്ചമായി നടത്തിയ പാരമ്പര്യം പ്രസ് ക്ലബിനുണ്ടെന്നും അതേപോലെ തന്നെ മികച്ച ഒരു കോൺഫറൻസിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും മുൻ അഡ്വൈസറി ബോർഡ് ചെയർമാനും ഷിക്കാഗോയിൽ 2021 വർഷത്തിൽ ഏറ്റവും വിജയകരമായ സമ്മേളനം നടത്തിയ ബിജു കിഴക്കേക്കുറ്റ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മലയാളി അസോസിയേഷൻ ഓഫ് ഫിലാഡൽഫിയയും യൂണിറ്റി കപ്പും ചേർന്ന് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് വലിയ വിജയമായി നടന്നു. ഫൈനലിൽ ബെർഗൻ ടൈഗേഴ്സ് ന്യൂജേഴ്സി ഹ്യൂസ്റ്റൺ ഹൈഗാർഡ്സിനെ തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കി. ഫൈനലിൽ ബെർഗൻ ടൈഗേഴ്സ് ന്യൂജേഴ്സി ഹ്യൂസ്റ്റൺ ഹൈഗാർഡ്സിനെ തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കി. വിജയികൾ ബെർഗൻ ടൈഗേഴ്സ് ന്യൂജേഴ്സി. ക്യാപ്റ്റൻ റിനു ബാബുവാണ്. റണ്ണേഴ്സ്-അപ്പ് ഹ്യൂസ്റ്റൺ ഹൈഗാർഡ്സ്. ക്യാപ്റ്റൻ മിഖേൽ ജോയ്. ഫൈനൽ മത്സരത്തിൽ ബെർഗൻ ടൈഗേഴ്സിന്റെ ദിജു സാവിയർ 98 റൺസ് നേടി മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തു. ഫൈനലുകൾ ഹ്യൂസ്റ്റൺ ഹൈഗാർഡ്സ് ഫിലാഡൽഫിയ യുണൈറ്റഡ് 11 തോൽപ്പിച്ചു. ബെർഗൻ ടൈഗേഴ്സ് റൈസിംഗ് ടൈഗേഴ്സിനെ കീഴടക്കി. വിവിധ സ്റ്റേജുകളിൽ നിന്നും വന്ന 12 ടീമുകൾ ഈ നാഷണൽ ലെവൽ ടൂർണമെന്റിനെ കൂടുതൽ കരുത്തുള്ളതാക്കി. ഇത്തവണയുള്ള ടൂർണമെന്റ് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഓർമ്മകളിൽ നിന്നും മായാത്ത അനുഭവമായി മാറിയെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. കളിൽ യുവാക്കളെ ഹരം കൊള്ളിച്ച മൂൺവാക്ക് എന്ന നൃത്തരൂപത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമായ മൂൺവാക്ക് ജൂലൈ 8 മുതൽ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. മാജിക് ഫ്രെയിമും ഫയർഫുഡ് ഷോസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും ജസ്നി അഹമ്മദും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിബി കുട്ടപ്പൻ, അനുനാഥ്, ഋഷി കൈനിക്കര, സിദ്ധാർത്ഥ് ബി, സുജിത് പ്രഭാകർ, അർജുൻ മണിലാൽ, മനോജ് മോസാസ്, അപ്പു ആശ്രയ്, സഞ്ജന ദൂസ്, നൈനിറ്റ മരിയ, മീനാക്ഷി രവീന്ദ്രൻ, ഹർഷിത ജെ പിഷാരടി, ശ്രീകാന്ത് മുരളി, തുഷാര പിള്ള, നിഖിൽ എന്നിവരാണ് മറ്റ് സഹപ്രവർത്തകർ. 80കളിലെ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. മൈക്കിൾ നൃത്തത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ശൈലി സ്വീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. അൻസാർ ഷാ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് ദീപു ജോസഫും കിരൺ ദാസുമാണ്. ഈ ചിത്രത്തിന്റെ സംഗീതം പ്രശാന്ത് പിള്ളയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിൽ മൂൺവാക്ക് സ്ട്രീം ചെയ്യുന്നു. ജിയോ സിനിമയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും സംയോജിപ്പിച്ച് രൂപീകരിച്ച ഇന്ത്യയിലെ മുൻനിര സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ജിയോ ഹോട്ട്സ്റ്റാർ. സമാനതകളില്ലാത്ത ഉള്ളടക്ക കാറ്റലോഗ്, നൂതന സാങ്കേതിക വിദ്യ, ആക്സസിബിലിറ്റിയോട് കൂടിയുള്ള പ്രതിബദ്ധത എന്നിവയിലൂടെ ഇന്ത്യയിലുടനീളമുള്ള എല്ലാവർക്കും വിനോദം പുനർനിർവചിക്കുക എന്നതാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് ഈ മലയാളി.
വർഷത്തിന് ശേഷം ഒരു ഗംഭീര ഷോ ഒരുക്കി മോഹൻലാൽ അമേരിക്കയിലേക്ക്. കിലുക്കം 25 എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റേജ് ഷോ ഒരുക്കിയാണ് അദ്ദേഹവും കൂട്ടരും അമേരിക്കയിലെത്തുന്നത്. ലാലേട്ടൻ തന്നെയാണ് ഇക്കാര്യം നവമാധ്യമങ്ങളിൽ കൂടി നേരത്തെ അറിയിക്കുകയും ചെയ്തു. അമേരിക്ക, നിങ്ങൾ റെഡിയാകൂ, ഞങ്ങളിതാ വരുന്നു. ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പാകത്തിന് ഒരു സംഗീത വിരുന്നൊരുക്കി ഞാനും കൂട്ടുകാരും US വരുന്നു. ഇത്തവണ ഞാൻ, സ്റ്റീഫൻ ദേവസി, പ്രകാശ് വർമ്മ, രമ്യ നമ്പീശൻ തുടങ്ങി വലിയൊരു താരനിശയോടൊപ്പമാണ് മലയാളത്തിന്റെ പ്രിയ നടൻ പുത്തൻ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. വിൻസെന്റ് എന്റർടൈൻമെന്റും ഗാലക്സി എന്റർടൈൻമെന്റും ചേർന്നാണ് ഓഗസ്റ്റ് 30 ശനിയാഴ്ച മാർത്തോമ ഇവന്റ് സെന്റർ ഡാളസിൽ ഈ വിസ്മയ ഷോ നടത്തുന്നത്. ഓഗസ്റ്റ് 30 വൈകുന്നേരം മാർത്തോമ ഇവന്റ് സെന്ററിൽ കിലുക്കം 25 ഷോയുടെ കിക്ക് ഓഫ് നടത്തി. ഫാദർ എബ്രഹാം വി സാംസന്റെ ആശീർവാദത്തോടെ ഷിജോ പൗലോസ്, ഷിബു സാമുവൽ, സണ്ണി മാളിയേക്കൽ, PV ചെറിയാൻ, ജോജോ കോട്ടക്കൽ, സിജു വി ജോർജ്, രാജു തരകൻ, സൗബിൻ, GGP സ്കറിയ, അനശ്വര മാമ്പള്ളി തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു കിക്ക് ഓഫ്. ഡാളസിലെ ഷോയ്ക്ക് നേതൃത്വം നൽകുന്ന ബിജിലി ജോർജ്, ബാബുക്കുട്ടി സ്കറിയ, TV വർഗീസ്, തോമസ് കോശി, സനൂപ് എബ്രഹാം എന്നിവർ കിലുക്കം 25 ഷോയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഈ ഷോയിലെ എല്ലാവരെയും അറിയിച്ചു. ഈ ഷോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ imalayaali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കേണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@imalayaali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയക്കുക.